കാനഡയിലെ ലക്ഷ്മി നാരായൺ മന്ദിറിന് നേരെയുണ്ടായ ഖലിസ്ഥാൻ ആക്രമണത്തിൽ പ്രതിഷേധം അറിയിച്ച് കനേഡിയൻ ഹിന്ദു ചേംബർ ഓഫ് കൊമേഴ്സ് ഇക്കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രത്തിൻ്റെ മതിലുകളിൽ ഖലിസ്ഥാൻ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമം, അതിനെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, കാനഡയിൽ ഇത് സംബന്ധിച്ച തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാനഡയിലെ വിവിധ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ഖാലിസ്ഥാൻ ആക്രമണം ഉണ്ടാകുന്നത് പലതവണയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇതിന്റെ അവസാനത്തെ സംഭവമാണ് ലക്ഷ്മി നാരായണൻ മന്ദിറിലുണ്ടായ ഈ ആക്രമണം ഉണ്ടായത്. അതായത് നമുക്കറിയാവുന്നതാണ്, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ക്ഷേത്രത്തിന്റെ മതിലുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഖാലിസ്ഥാൻ എന്ന് എഴുതി വെക്കുകയും അത് വികൃതമാക്കുകയും ചെയ്യുന്ന ഒരു നീക്കം, ഇത്തരത്തിലുള്ള ഗ്രാഫിറ്റി രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എഴുതി വെക്കുകയും ചുവരെഴുത്തുകൾ എഴുതുകയും ചെയ്യുന്നത് വഴി ആ ക്ഷേത്രത്തിന്റെ പവിത്രതയെ തന്നെ, അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ ഭംഗിയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടത്തി അവഹേളിക്കുന്ന ഒരു സ്വഭാവം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നിലപാടുകളുമായി ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സ് രംഗത്തെത്തിയിരിക്കുന്നത്. ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സ് ആവശ്യപ്പെടുന്നത് തീർച്ചയായും ഇതൊരു ഹിന്ദു ഫോബിയ, അല്ലെങ്കിൽ ഹിന്ദുക്കളോടുള്ള ഒരു വെറുപ്പിന്റെ ഭാഗമായി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം അവസാനിപ്പിക്കുക തന്നെ വേണം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കണിശമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും വേണം. മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകം, കാനഡയിലെ ജനങ്ങൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വരണമെന്നൊരു ആഹ്വാനവും ഇപ്പോൾ ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സ്, കാനഡയിലെ ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തീർത്തും അസ്വീകാര്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും, ആ പ്രദേശത്തുള്ളവരെല്ലാം തന്നെ ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു രീതിയിലുള്ള പ്രതികരണം ഒഴിവാക്കേണ്ടതാണ് എന്നൊരു നിലപാട് കർശനമായി പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഹിന്ദു ചേംബർ ഓഫ് കോമേഴ്സ്. വിനോദ്, കനഡയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.